പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു കോമഡി സ്കിറ്റ്. കോമഡിയിലേക്ക് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പല്ലും തേച്ചുകൊണ്ട് കടപ്പുറത്തേക്ക് പോയി. വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കടപ്പുറം. പല്ല് തേച്ചുകൊണ്ട് കടപ്പുറത്ത് ഇങ്ങനെ നമ്മൾ പോയാലോ പല്ല് തേച്ചുകൊണ്ടിരിക്കും പെട്ടെന്നൊരാഗ്രഹം, ഒന്ന് അറബീനെ കണ്ടാലോ. ഒന്ന് അറബിക്കടലിൻ്റെ അടുത്തല്ലേ നമ്മളെ വീട്. അറബീനെ കണ്ടാലോ എന്തെങ്കിലും ഗുണം കിട്ടാണ്ടിരിക്കുമോ? ഒന്നും ആലോചിച്ച ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. ലുങ്കിയും അടിയിലെ ട്രൗസറും മാത്രം, ഷർട്ടും. അങ്ങനെ ഒരൊറ്റ നീന്തലൊന്നും അറിയില്ല, അങ്ങനത്തെ ഉള്ളി. പിന്നെ അതാ പോകുന്ന ജെറ്റ് പോകുന്ന പോലെയല്ലേ പോകുന്നത് നമ്മൾ. അങ്ങനെ ഒരേ പോക്ക്. പോകുന്ന പോക്കിൽ ബോട്ട് പോകുന്നുണ്ട്, കപ്പൽ പോകുന്നുണ്ട്, തിമിംഗലം പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരൊറ്റ വിടലല്ലേ. എന്തെന്നാന്നറിയില്ല, നമ്മളെ കാലിനെന്താ ബൂസ്റ്റർ റോക്കറ്റ് പിടിപ്പിച്ച പോലെയല്ലേ പോകുന്നത്. ഒരേ പോക്ക്. അങ്ങ് പോയി 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 കുറേ എത്ര നേരം പോയി എന്നൊന്നും അറിയില്ല. 2 മണിക്കൂർ 3 മണിക്കൂറിലായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ തളർന്ന് അപ്പോഴത്തേക്കൊരു പാറ കണ്ട പാറമേക്കേരി ഇരുന്നവരോ അതിലൊരു ബോട്ട് പോകുന്നുണ്ട്. ആ ബോട്ടിനെ മാടി വിളിച്ചിട്ട് അപ്പോൾ അവർ ലേശം കൊക്കക്കോളയും അതെല്ലാം തന്ന് അതെല്ലാം കുടിച്ച് ക്ഷീണം മാറ്റി പിന്നെയും നീന്തി. പിന്നെ പോകുന്ന പോക്കൊന്നും പറയണ്ട. ഇതിനെ കപ്പലിൽ നിന്നെല്ലാം വരസിയിട്ടാ പോകുന്നത്. എന്തെല്ലാം ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് കുറേ കഴിഞ്ഞാൽ അതാ കര കാണുന്നു. ഞാൻ വിചാരിച്ചു വേണ്ട നാടുവടിക്കാറ്റിലെ ശ്രീനിവാസനം പോയ പോലെ മെഡ്രാസ് ആട്ടാണ്. നോക്കുമ്പോൾ അല്ല, അറബികൾ തന്നെ ഇടുന്ന് കുളിക്കുന്നുണ്ട്. അറബി തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും വേഗം കരയിൽ കയറി നടന്ന് ഇങ്ങെല്ലാം നോക്കി നടക്കുമ്പോഴാണ് ഒരു ബേൾ പെട്ടെന്ന് പോയിട്ട് ഒരു വലിയ രാജാനുബാഹുവായ ഒരാളെ മുട്ടി. നോക്കുമ്പോൾ തരാ അറബിയ. ഞാൻ വിചാരിച്ചു ആ കാണുന്ന ആളുള്ള കണക്കായിപ്പോയി. അപ്പോൾ അറബിയ വിശേഷിച്ച് അറബിയ, ഹലോ, വേർ ആർ യു ഫ്രം? ഞാൻ ഫ്രം കേരള. അപ്പോൾ കേരളത്തിന് ഇങ്ങനെ അയാൾക്കൊക്കെ കുറച്ച് മലയാളം അറിയാം. കാരണം കേരളത്തിൽ നമ്മൾ വന്നിട്ടുണ്ടല്ലോ, നമ്മളെ വലിയപ്പന്മാരെല്ലാം പണ്ട് ഈത്തപ്പഴം കൊണ്ട് അങ്ങ് വരുത്തുണ്ടായിരുന്നു. കേരളം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഇഷ്ടപ്പെട്ടല്ലേ. ഏതായാലും നിങ്ങളിങ്ങനെ നീന്തിയിട്ട് വന്നാൽ നിങ്ങൾ ആള് ഭയങ്കരനല്ലോ. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പം എൻ്റെ മനസ്സിലുണ്ട് അറബീനെ കണ്ട 1 കിലോ സ്വർണത്തിന് ചോദിക്കാം. ഞാൻ പറഞ്ഞ എനിക്കൊരു കിലോ സ്വർണം കിട്ടിയാൽ നല്ലതേനു. കുറെ കഷ്ടപ്പാടുണ്ട്. 1 കിലോ സ്വർണം നാണമില്ല നിങ്ങൾക്ക്? ഒരു 10 കിലോ സ്വർണം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 10 കിലോ സ്വർണം. നിങ്ങൾ അങ്ങനെ നീന്തി വന്ന് അത്യാവശ്യം നമ്മൾ കേരളത്തിനോട് നമുക്ക് വലിയ അടുപ്പാന്ന്. നമ്മളൊരു കാര്യം ചെയ്യാം, 10 കിലോ സ്വർണം. അപ്പോൾ ഈ 10 കിലോ സ്വർണം കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് നീന്തുവാൻ നിങ്ങൾക്ക് പറ്റുമോ? അതെങ്ങനെയെങ്കിലും നമ്മൾ നോക്കട്ടെ. അതൊന്നും വേണ്ട, അറബി പറഞ്ഞ അതൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്കൊരു ബോട്ട് ഏർപ്പാടൊക്കെ തരാം. നിങ്ങൾ സുഖമായി പോയിക്കോ. വേണ്ടിക്കൽ $1 ഇത്ര നിങ്ങൾ അടുത്ത നാട്ടിലെ ഒരു 20,000 ഉറുപ്പിക വെച്ചോ. ബൈക്ക് ചെലവിന് വേണ്ടേ? ബൈക്കിൽ കടലിൽ വല്ല എന്തെങ്കിലും ആവശ്യം വന്നാലോ ആരെങ്കിലും ഇതേപോലെ ബോട്ടുകാർ എന്തെങ്കിലും തരൂ. അത് 20,000 ഉറുപ്പിയും തന്ന് 10 കിലോ സ്വർണവും തന്ന് അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ സുഖമായി വന്ന് അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നീന്തി എത്തുന്നൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. മണിക്കൂർ എത്രയായിട്ടും എത്തുന്നില്ല. പക്ഷെ കുടിക്കാൻ വെള്ളവും എല്ലാം അറബി ഏർപ്പാടാക്കി തന്നെ. അതെല്ലാം കുടിച്ച് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അതാ വിളിക്കുന്ന ഭാര്യ, ഹലോ, 8 മണിയായേ, എന്താ എണീക്കാനൊന്നും പോകുന്നില്ലേ? എൻ്റെ അപ്പാ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് 1 കിലോ ഇല്ല, 10 കിലോ ഇല്ല, ഒന്നുമില്ല. നമ്മൾ കണ്ട വെറും സ്വപ്നം. എത്രയും മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, അറബിയെ കണ്ടപ്പാട് ഒരു കാര്യം ചോദിച്ചിന്, അത് എന്നോട് മറന്നുപോയി. അറബി ഒരു ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ചാനലുണ്ട്, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളൊരു 10 ചങ്ങായിമാർക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് അറബി എനിക്ക് ചാനലിന് അറബി ഹൽക്കു അങ്ങനെ എന്താ ചാനലിൻ്റെ പേര്, അത് ആക്കി അത് ഫോളോ ചെയ്ത് പിന്നെ എന്താക്കി ഫോളോയും ചെയ്ത് ഞാൻ ചെയ്യാന്നെല്ലാം പറഞ്ഞ്. അപ്പം അങ്ങനെയാണ് എനിക്ക് 20 കിലോ സ്വർണം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ രാവിലെ ആയി നോക്കുമ്പോൾ എല്ലാം പോയി. അങ്ങനെ നമ്മളെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയി.
ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ ശശിധരൻസ് വ്ലോഗിൻ്റെ ആശംസകൾ. പ്ലീസ് സപ്പോർട്ട് മീ ദ ശശിധരൻസ് വ്ലോഗ്. ദാറ്റ് ഇസ് ഓൾ.